വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും വൈഷുവും കൂടി വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. പുറത്തൊന്നുമല്ല, ബാംഗ്ലൂരിൻ്റെ തന്നെ ഒരു സ്ഥലത്തേക്കാണ് പോണേ. താജ് പ്രോപ്പർട്ടിയാണ്. സോ അങ്ങോട്ടാണ് കേട്ടോ നമ്മളുടെ യാത്ര. നാളെ വിഷുവാണ്. വിഷുക്കണി ഇപ്രാവശ്യം നമ്മളുടെ വീട്ടിലില്ല. ഞാൻ കുറേ പ്ലാൻ ചെയ്തു, ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം, ഈ സ്റ്റേക്കേഷൻ മാറ്റി വെക്കാം. പക്ഷെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കുറേ ആലോചിച്ചു, ഇത് എങ്ങനെ ഇത് ചെയ്യാം, സ്റ്റേക്കേഷൻ മാറ്റി വെക്കാം, വിഷു കഴിഞ്ഞിട്ടാക്കാം എന്നൊക്കെ നോക്കി. പക്ഷേ ഇത് ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ഓർത്തില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. റിമൈൻഡർ വന്നപ്പോഴാണ് ഇതെന്ത് സംഭവം എന്ന് ആലോചിച്ചത്. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, ഓ ഷിറ്റ്, പെട്ടു. അപ്പോൾ എന്തായാലും നമ്മളെന്താ സ്റ്റേക്കേഷന് പോവുകയാണ്. അപ്പോൾ അതിന് പോവാം. സോ വിഷു ഇപ്രാവശ്യം ആതിരേൻ്റെ അടുത്താണ്. അവിടെയാണ് കണി ഒരുക്കുന്നതും സദ്യയും എല്ലാം. അപ്പോൾ നമ്മൾക്ക് നാളെ ഒരു ദിവസമേ ഉള്ളൂ നമ്മുടെ സ്റ്റേക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ ആതിരയുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് അവിടെയാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ വെരി എക്സൈറ്റഡ് ഫോർ ദ സ്റ്റേക്കേഷൻ ഫസ്റ്റ്. കാരണം ഒരു റിലാക്സിങ് വർക്കിൽ നല്ല പ്രഷർ ഉണ്ടായിട്ടോ. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച ഞാൻ ടീമൊക്കെ മാറി. അപ്പോൾ ഇതിലൂടെ ഭയങ്കര നല്ല പ്രഷറായിരുന്നു. അപ്പോൾ എനിക്ക് റിലാക്സേഷൻ അല്ലെങ്കിൽ ഈ സ്റ്റേക്കേഷൻ മച്ച് നീഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്റ്റേക്കേഷന് പോയിട്ട് വരാം. താജ് പ്രോപ്പർട്ടിയിലാണ് പോണേ. നമ്മളിത് ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. കം ഓൺ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വിഷു പ്ലാനിങ് ഒക്കെ ആയിട്ട് സെറ്റായിരുന്നു കേട്ടോ. വിഷുക്കണി വെക്കണം, വിഷുക്കണി സെറ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് ലുലു പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു റെഡിമെയ്ഡ് കിറ്റ് ഉണ്ടായിരുന്നു വിഷുക്കണിക്കുള്ളതെന്ന്. അതൊക്കെ വിളിച്ച് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 1 മണിക്കൂർ എടുക്കും. 50 minutes ആണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആരെയോ ഓർമ്മ വന്ന പോലെ അങ്ങനെ ചെയ്യണം. അല്ല അങ്ങനെയല്ലേ കുഞ്ഞോ. നമ്മളിതേ ഫൈനലി എത്തിയിട്ടോ. ആഫ്റ്റർ 1 long hour. അത്യാവശ്യം തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, നിറയെ വണ്ടികൾ. ഞാൻ ഓർത്ത് ഇന്ന് സൺഡേ ആവുണ്ട്. ഞാൻ ഓർത്തു സൺഡേ ആയതുകൊണ്ട് തീരെ തിരക്കുണ്ടാവില്ല എന്ന്. ബിക്കോസ് ചെക്ക് ഇൻ ചെയ്യാൻ ആൾക്കാരൊക്കെ യൂഷ്വലി വീക്കെൻഡ്സ് സാറ്റർഡേ ചെക്ക് ഇൻ ചെയ്ത് സൺഡേ ചെക്ക് ഔട്ട് ആയിരിക്കുമല്ലോ. അപ്പോഴാണ് വൈഷു പറഞ്ഞത് ചിലപ്പോൾ സൺഡേ ബ്രഞ്ചിന് വന്ന ആൾക്കാരുടെ തിരക്കായിരിക്കും എന്ന്. ഇവിടെ സൺഡേ ബ്രഞ്ച് കിഡിലിനാണ് കേട്ടോ. നല്ല സ്പ്രെഡ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഒരിക്കലും വന്നിട്ടുണ്ട് മുന്നേ. നമ്മൾക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. വൈഷു ദേ ചെക്ക് ഇൻ ഫോർമാലിറ്റീസിന് പോയിട്ടുണ്ട്. ഞാനും വൈഷുവും മുന്നേ, അതായത് കോവിഡിന്റെ സമയത്ത് ഈ ലോക്ക്ഡൗൺ റിലാക്സേഷൻ വരില്ലേ, ആ സമയത്ത് ഞങ്ങളിങ്ങനെ 5 star ഹോട്ടൽസിലൊക്കെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിനുള്ളിലുള്ളതും ജസ്റ്റ് ബാംഗ്ലൂരിന് പുറത്തുള്ളതും സിറ്റിക്ക് പുറത്തുള്ളതും നല്ല രസമായിരുന്നു. കാരണം ആ സമയത്ത് വളരെ ഗസ്റ്റ്സ് കുറവായിരുന്നു. ആൻഡ് ഈ റൂംസൊക്കെ അത്യാവശ്യം നല്ല വില കുറവിൽ കിട്ടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ള പല ഹോട്ടൽസിലും ബിസിനസ് ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ പോയി നിൽക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളിതേ വന്നപ്പോഴത്തേക്കും ഈ ഒരു തുളസിയുടെ ഒരു ഗാർലൻഡും പിന്നെ നന്നാരി സർബത്തും തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ വീട്ടിലുണ്ടാക്കി തരുമായിരുന്നു ഈ നന്നാരി സർബത്ത്. അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമുക്കിത് റൂമിലേക്ക് പോവാം. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി. ഒരു 1-1:30 ആയിരുന്നു തിരിച്ച് വീട്ടിലെത്താൻ. പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു. കാരണം ഇങ്ങോട്ട് വരുന്നതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നോക്കിയപ്പോഴത്തേക്ക് അവർ റൂമൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഒരു കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു റൂം ടൂർ ആയാലോ. ഇതൊരു പ്രോപ്പർ ബിസിനസ് ഹോട്ടലാണ് കേട്ടോ. ബാംഗ്ലൂർ MG റോഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് സിറ്റി സെൻറ്ററിൽ തന്നെ. നമ്മൾ എടുത്തത് ഒരു ഡീലക്സ് റൂമാണ് വിത്ത് സിറ്റി വ്യൂ. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണി ഇല്ല. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി വ്യൂ ആണ്. അപ്പോൾ ഇതേ ബെഡ് ഉണ്ട്, ഒരു കിങ് ബെഡ് ഉണ്ട്, ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്, TV ഉണ്ട്, ഒരു വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബെഡ് സൈഡ് ടേബിൾസ് ഉണ്ട്, നല്ലൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ലൊരു സിറ്റി വ്യൂ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th or 10th ഫ്ലോറാണ് എടുത്തത്. അപ്പോൾ ഇത് നല്ലൊരു സിറ്റി വ്യൂ കിട്ടുന്നുണ്ട്. നല്ല ഗ്രീനറി ഉണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നമ്മൾ വളരെ കുഞ്ഞിതായിട്ട് ഇത് വണ്ടിയൊക്കെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ നോക്കി നിന്നു, സിറ്റി വ്യൂ എൻജോയ് ചെയ്തു. നമ്മൾ ലഞ്ചല്ല കേട്ടോ, ഒരു 3:30-4 മണിയായി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും. റൂം സർവീസ് ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും മാച്ചിന് സമയമായിട്ടുണ്ട്. വൈഷു ഇവിടെ
RCBയുടെ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാതിരിക്കുകയാണ്. ഇരുട്ടായിട്ട് ഓൾറെഡി ഒരു വൈകിട്ട് 6-7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ദേ മാച്ചൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആശാൻ. ഞാനാണെങ്കിൽ ഈ വീക്കെൻഡ് ചെയ്ത് തീർക്കണം എന്ന് ഓർത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു, കുറേ എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായില്ല. ഫുൾ റിലാക്സ് മോഡിലേക്ക് പോവായിരുന്നു നമ്മൾ. ഹലോ, ഇതാണ് കേട്ടോ രാത്രി ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല രസമല്ലേ, വരിയായി വണ്ടികൾ വരണ കാണാൻ. എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. ആ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത് പ്രാകുന്നുണ്ടാവും. ഇവരൊക്കെ എന്തിനിടെ ഇത്രയും വണ്ടികളെടുത്ത് പുറത്തേക്ക് ഇറങ്ങണേന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്ഥിരമായിട്ട് ഈ റൂട്ട് വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 3-4 കൊല്ലം മുന്നേ ഞാൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ട്രാഫിക് കാരണം ഒരു രക്ഷയുണ്ടായില്ല. എന്നും വൈകിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ജോലി മാറണമെന്ന്, ഈ ഒരു കാരണം കൊണ്ട്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ ട്രാഫിക് ഒക്കെ നോക്കിയിരുന്നു. ഓരോ വട്ടേ ഇനി ഒരു കുളിയാവാം, അത് കഴിഞ്ഞിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങാം. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാനാവില്ല, കാരണം ഹെവി ലഞ്ചായിരുന്നു. നാളെ രാവിലെ നമുക്ക് എണീറ്റ് വിഷുക്കണി കാണാം. അമ്മേനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, രാവിലെ എണീറ്റ് വിഷുക്കണി കാണിക്കാൻ. അപ്പോൾ പിറ്റേന്ന് രാവിലെയായി. ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് ഹാപ്പി വിഷു. നമ്മൾ രാവിലെ എണീറ്റ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷുക്കണി കാണിക്കാൻ. എനിക്ക് ഒരു ബോധവും ഉണ്ടായില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഞാൻ ഒരു കണ്ണൊക്കെ അടച്ചിട്ടാണ് വിഷുക്കണി കണ്ടത്. പിന്നെ നമ്മൾ TV-യിലും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു വിഷുക്കണി രാവിലെ എണീറ്റ് കാണാം. അപ്പോൾ വൈഷു എൻ്റെ കണ്ണൊക്കെ പൊത്തി അതൊക്കെ കാണിച്ചു. അമ്മ ആതിരയുടെ വീട്ടിൽ ഒരുക്കിയ വിഷുക്കണിയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടോ. പിന്നെ കണ്ണ് തുറക്കുന്നത് 9:30-ക്കാണ്. നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. താഴെ ഒരു ഇലാബറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആവാം എന്ന് നമുക്ക് ആതിരയുടെ വീട്ടിൽ പോയിട്ട് വിഷു സദ്യ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ദേ ഇവിടെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. നല്ല മൈസൂർ മസാല ദോശ ഉണ്ടായിരുന്നു മെനുവിൽ. അപ്പോൾ അത് ഒരെണ്ണം പറഞ്ഞു. അങ്ങനെ ദേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പൂൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. നല്ല ക്ലൈമറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഡെസേർട്ട്സും കൂടി കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഒന്ന് നടന്നു കേട്ടോ. ഒരു പ്രോപ്പർട്ടി ടൂർ എടുത്തു. അത്ര വെയിലില്ലാത്തതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാൻ. നമ്മളിത് റെഡിയായി ഇറങ്ങാൻ പോവാണ്. ലഗേജ് കളക്ട് ചെയ്യാൻ ആളെ വെയിറ്റ് ചെയ്യാനായിട്ടാ. വൈ ആർ യു നോട്ട് ഇൻ യുവർ വിഷു കോടി ഓർ വിഷു കോസ്റ്റ്യൂം? നമ്മളാണ് ആതിരയുടെ വീട്ടിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണം. ഇത് ചെറുതായിട്ട് ഡ്രസ്സ് ചെയ്തു. വെച്ച് കഴിഞ്ഞാൽ ഇതല്ല എൻ്റെ വിഷു വേഷം. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് വിഷു കോടിയിലേക്ക് മാറും. ഇത് ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ആതിരയുടെ വീട്ടിലേക്ക് പോവാം. പ്രാവശ്യം ആതിരയുടെ അടുത്താണ് വിഷു. ഞാനും വൈഷുവും നമ്മൾ പണ്ടേ ഒരു പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് സ്റ്റേക്കേഷന് പോകുമ്പോൾ പാക്ക് ചെയ്യുന്നത് ഞാനും, തിരിച്ചു വരുമ്പോൾ എല്ലാം നോക്കിയിട്ട് എടുത്ത് വെച്ച് എല്ലാം എടുത്തില്ലെന്ന് ഉറപ്പാക്കേണ്ട റെസ്പോൺസിബിലിറ്റി വൈഷുവിൻ്റെയാണ് കേട്ടോ. അങ്ങനെ ആശാൻ ഫുൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ റെസ്റ്റ് എടുക്കും. എൻ്റെ ഒരു ട്രിക്കാണെന്ന് വെച്ചോ. വൈഷുവിനത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്നാണ് സംശയം. അങ്ങനെ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ആതിരയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണേ. ഒരു 1 മണിക്കൂറുണ്ട് അവളുടെ വീട്ടിലേക്ക്. അപ്പം നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് വിഷു ചെയ്യാണ്. എല്ലാം വളരെ പെട്ടതായിരുന്നു. ഞങ്ങള് താജില് ബാംഗ്ലൂർ. എവിടെ അഖിലേട്ടൻ? ഓ, അഞ്ചേച്ചി നാട്ടിലെത്തിയല്ലേ? അമ്പടി. ഓ, ഞാൻ കണിക്കൊന്ന കണ്ടപ്പോ ആലോചിച്ചു. ഓക്കെ, അറിയാം. ഞാൻ 18 രാവിലെ എത്തും. അങ്ങനെ ഈ ഇടവേള ആനന്ദകരമാക്കാൻ നമ്മൾ എല്ലാരെയും വിളിച്ച് വിഷു ചെയ്തിട്ടുണ്ട്. നമ്മള് എത്തി ഇവിടെ ആതിരോടുത്ത്. ഇതാണ് കേട്ടോ എൻ്റെ വിഷുക്കോടി. നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി സദ്യ കഴിക്കാം ആൻഡ് വിഷുക്കണി കാണാം. ഇത്ര ലേറ്റായി പോയി, പക്ഷെ എന്നാലും ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായില്ലോ, വൈഷുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ, ഹാപ്പി വിഷു സായോ. ഹാപ്പി വിഷു അച്ഛാ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്താണ് എല്ലാം മഞ്ഞക്കിളികളായിരിക്കണേ. ഹായ് സായനെ. ഹാപ്പി വിഷു പൊന്നെ. അമ്മ ഹാപ്പി വിഷു. ഞാൻ ഇതായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അല്ലേ നമ്മുടെ വിഷുക്കണി ഇവിടെ. കാണിക്കാൻ പോണോ മീമീനെ? ആ ആ ആ, ഇതൊക്കെ നിങ്ങക്ക് വിഷുവിന് കിട്ടിയതാ? Oh, pretty dresses Sayu has. 16, 17. Very nice. I love you, Sayu. Ba. ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കോടി. നമ്മൾ ഇതിലേക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം.
ഇന്ന് ആദ്യം വർക്കിംഗ് ആണ് കേട്ടോ. അവൾക്ക് ഇന്ന് ലീവില്ല, അതുകൊണ്ട് അവള് ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് ഇതേ വിഷുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കും, അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ വിഷുക്കോടി. നമ്മുടെ ഡ്രസ്സൊക്കെ മാറി ഇനി നമുക്ക് വിഷുക്കോടി കൊടുക്കൽ ചടങ്ങിലേക്ക് കടക്കാം. ഞാൻ തന്നില്ലേ, അമ്മയെന്ന് കൊടുത്തത്, അമ്മയെന്ന് കൊടുത്തത് ചൂട്ടിതാ. അപ്പൊ നമുക്കൊന്നുമില്ല. അയ്യ, മൂത്തവർ ഇളയവർക്കാണ് തരുന്നത്. ഞാനിവിടെ കയ്യിൽ നീട്ടി നിൽക്കുന്ന കാണുന്നത്. കറണ്ട് പോയതാണ്. 500 ചില്ലറയാക്കണ്ട, 500 അത് മോശം. 200 തന്നാല് അപ്പൊ മോശം. ഇല്ല, അച്ഛൻ തപ്പി 200 കൊണ്ട് വരുന്നുണ്ട്. അച്ഛൻ്റെ എന്റെ വരെ 200 ഉള്ളൂന്നാ. കാലൊന്നും പിടിക്കുന്നില്ല. ഓ, മരുമോന് 200, മോക്ക് 500. 500 മരുമോക്കും 200 മോനും. അത് മതി. ഇതാണ് നമ്മുടെ കാഞ്ചീപുരത്തെ സാരി. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും വിഷുക്കോടി ഓണക്കോടിയൊക്കെ എടുത്തു കൊടുക്കണേ. അച്ഛനും അമ്മയും മുടക്കാറില്ല, ഞങ്ങൾക്കുള്ള വിഷുക്കോടി ഓണക്കോടിയൊക്കെ എപ്പോഴും എടുത്തു തരാറുണ്ട്. അയ്യോ, ഹാപ്പി വിഷു അച്ഛാ, ഹാപ്പി വിഷു. നിനക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടാ. ഹാപ്പി വിഷു. സായോന് നമ്മൾ 2 ഉടുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ. പക്ഷെ ഫസ്റ്റ് ക്രൈ ചതിച്ചു. അവർ ഒരു ഉടുപ്പേ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തല്ലോ. ഒരെണ്ണം ഓൺ ദ വേ ആണ്. ഇതെവിടുന്ന് വന്നീ മരഭൂതന്ന്? ഓ ചക്കര. അതെ വേറൊരു കയ്യിന്ന്. എടി എടി വെച്ചോ, ബാലൻസ് വേണ്ട, അത് മുഴുവൻ വെച്ചോ നിനക്ക്. അത് അയ്യോ എന്റെ ചക്കര. അമ്മ മുട്ടായി മേടിച്ച് അമ്മയുടെ വായിൽ പോവും, അത്ര തന്നെ. ആണോടി? അമ്മയുടെ ചോദിച്ചു മേടിക്കണം കേട്ടോ. വിഷുക്കൈ നീട്ടം എൻ്റെ ആണെന്ന്. എനിക്ക് നല്ല ഇഷ്ടമായി ആ കളറ്. നല്ലതാ. ഫോട്ടോയില് കണ്ടതിനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ? എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം, നല്ല ഭംഗിയുണ്ട്. ആദ്യം 21st ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് പോകാൻ ഒരു ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കാണിക്കുമായിരുന്നു. 8000 എഴുതി വെച്ചേക്കുന്നു. 50% ഓഫിന് 8000-നുള്ള പോലും എനിക്ക് തോന്നുന്നില്ല. 4000 എനിക്ക് തോന്നുന്നില്ല. 4000-നും ഇന്ത്യ പക്ഷെ അത്ര എക്സ്പെൻസീവ്. ബിബയാണെങ്കിൽ ഓക്കെ, കാരണം ആണ്. പക്ഷെ ഇന്ത്യ നല്ലതാ, നല്ല ഇൻഡോ വെസ്റ്റേൺ വെയർ അല്ലേ. അതിന്റെ പാൻറ് എങ്ങനെ? സായോ വീഴരുത് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ വിഷുക്കോടി? ഞാൻ യൂഷ്വലി ഈ കളർ എടുക്കാറില്ല കേട്ടോ, ഈ മെജന്ത കളർ എനിക്ക് പിടിക്കുമോ എന്ന് അറിയാത്തത് കൊണ്ട്. പക്ഷെ ഇതിന്റെ ഷോൾ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോണിയും റീമയും വിളിച്ചതാണ് കേട്ടോ നമ്മളെ വിഷ് ചെയ്യാൻ. അപ്പൊ നമ്മൾ പറയായിരുന്നു നല്ല സദ്യ കഴിക്കാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് നല്ല പായസമൊക്കെ കൂട്ടണമെന്ന്. സദ്യ മേടിച്ച് വെച്ചതാണ്. മംഗല്യ കേറ്ററേഴ്സിന്റെ വകയാണ് സദ്യ. ആദ്യം അമ്മയും അച്ഛനും വിചാരിച്ചു സദ്യ വീട്ടിലുണ്ടാക്കിയാലോ എന്ന്. പിന്നെ ഓർത്തു എന്തിനാണ്, വരുത്തിച്ചാ പോരെ. അങ്ങനെ മംഗല്യ കേറ്ററേഴ്സിന്റെ അടുത്ത് നിന്നാണ് സദ്യ ഓർഡർ ചെയ്തത്. ഇവരുടെ കിഡ്ലൻ സദ്യയാണ് കേട്ടോ. ഞങ്ങളുടെ പ്രസ്റ്റീജിലെ ഓണപരിപാടിയൊക്കെ ഇവരുടെ സദ്യയായിരുന്നു. നല്ല അടിപൊളി സദ്യയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അമ്മയാണെങ്കിൽ ഇവിടെ സായുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ, അവളുടെ മുടി കെട്ടിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കുന്നതിന് മുന്നേ എന്തിനാണ് ഇത്ര ക്ഷീണം? കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ ഈ ഒരു ക്ഷീണം കാണിക്കേണ്ടത്. എന്തായാലും ദേ അച്ഛൻ അവിടെ ഇലയൊക്കെ എടുത്ത് വെക്കുകയാണ്. നമുക്കും അവിടെ പോയി നിന്നിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു പ്രഹസനം കാണിച്ചിട്ട് വരാം. ഉണ്ണിയപ്പം അമ്മ വിഷുക്കണിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതാണ് നമ്മൾ കഴിക്കുന്നത്. എന്താണ് മാജിക്?
3. Yay, I won. Okay. Surprise. Any? സായു എനിക്കൊരു മാജിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ച് എത്തിയതാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അവൾ ഓരോ കാര്യങ്ങളും കാണിക്കണേ. വെരി ഗുഡ്. നമുക്ക് പോയി ഫിസ്റ്റ് ബം. ഓക്കെ ബാ, നമുക്ക് സദ്യ കഴിക്കാം. യാ 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 ഞാനും എന്തെങ്കിലും വേണം. നമുക്ക് സദ്യക്ക് വിളമ്പിയ ശീലമില്ലാത്തതുകൊണ്ട് അച്ഛൻ പറയുമായിരുന്നു നമ്മൾ വിളമ്പിയ സ്ഥാനങ്ങളൊന്നും ശരിയല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെന്ന്. അതങ്ങോട്ട് ക്ഷമിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി വിളമ്പാം. നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ള സായി കഴിക്കണേ. കുറച്ച് കഴിച്ചോ. നീ കഴിച്ചോ. സായി കഴിച്ചോ. അത് നല്ലതാ. ഇഷ്ടമല്ല. സ്ഥലമുള്ളവർക്ക് വിളമ്പിരിക്കും. നമുക്ക് വിളമ്പി കഴിഞ്ഞിട്ട് കാണാം. മക്കളെല്ലാം പപ്പടെല്ലാം കൂട്ടിട്ട് കുഴച്ചിട്ട് അമ്മ നോക്കിക്കോ. എല്ലാ കറി വീഡിയോ എടുക്കണോണ്ടാ പണി. പരിപ്പ് നമ്മളല്ല പരിപ്പ് ഇത് ഭയങ്കര സംഭവം തന്നെയല്ലേ. നമ്മളുടെ സ്പെഷ്യൽ ഡേയ്സിൽ ഇങ്ങനെ ഫെസ്റ്റിവൽസിനൊക്കെ നമ്മളുടെ പേരൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അമ്മേനെയും അപ്പേനെയും ഭയങ്കര മിസ് ചെയ്യാനുണ്ടായിട്ടോ, അമ്മേനെയും അപ്പേനെയും ചേച്ചീനെയും. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അമ്മ രാവിലെ സദ്യയൊക്കെ ഉണ്ടാക്കി, കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നോൺ വെജും ഉണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നോൺ വെജ് ആയി കൂട്ടും. ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന കാരണം വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ വൈഷുവിൻ്റെ അമ്മ പരിപ്പ് കറി ഉണ്ടാക്കി, പിന്നെ പായസം വെച്ചു, പിന്നെ നമ്മുടെ പുറത്തുനിന്നുള്ള സദ്യയും. എൻ്റെ അമ്മയാണെങ്കിൽ അവിടെ മീൻ പൊരിച്ചു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അപ്പയുടെ കസിനും കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് അവരുടെ സദ്യ എന്ന് പറയുമായിരുന്നു എന്നോട്. നല്ലൊരു പായസവും കൂടി കുടിച്ച്, 2 പായസം കൂടി കുടിച്ച് നമ്മൾ സദ്യ അവസാനിപ്പിച്ചു. ഇനി വല്ലയിടത്തും മൂലയ്ക്ക് പോയി കിടന്ന് ഉറങ്ങട്ടെ. നല്ല വയറ് ഫുള്ളായി, അടിപൊളി. അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വരാം. കാണിച്ചാണേ എന്താ ക്ലീൻ ചെയ്യുവാന്നോ? ഓക്കെ. കുറച്ച് നേരം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയിട്ടോ. നല്ല സദ്യ കഴിച്ച ക്ഷീണത്തിൽ എനിക്കാണെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും വർക്കിംഗ് ആണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കുറച്ച് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അമ്മ ദേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാങ്ങ മുറിച്ചിരിക്കുന്നു. അപ്പോൾ അത് കഴിക്കാൻ നിൽക്കുകയാണ്. നമ്മളുടെ അവിടുത്തെ മാവിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയ ലൈറ്റ് പുളിയൊക്കെ ആയിട്ട് നല്ല മധുരമായിട്ടുള്ള മാങ്ങ.
ഇപ്രാവശ്യം മാങ്ങ സീസൺ തുടങ്ങിയിട്ട് എനിക്കൊരൊറ്റ നല്ല മാങ്ങ കിട്ടിയില്ല കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന്. ഇനിയിപ്പോൾ സീസൺ പ്രോപ്പർ ആവാത്തോണ്ടാണോന്നും അറിയില്ല. എനിക്കാണെങ്കിൽ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിട്ടോ, പക്ഷെ ഉറങ്ങാൻ ഒരു നിവൃത്തിയില്ല, കാരണം നല്ല പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് വൈശുദ്ധ ആദരയ്ക്ക് പണി കൊടുത്തു കേട്ടോ. അവൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സായമാണെങ്കിൽ കറക്റ്റ് അവളുടെ അച്ഛൻ്റെ കൂട്ടത്തിൽ പോയതാണ്. അഭിയേട്ടനും തീരെ ഇഷ്ടമില്ല ചക്ക. ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അവളിതേ ചക്ക മണത്തും ഒന്ന് സൈഡൊക്കെ കടിച്ച് നോക്കുകയാണ്, ഇത് എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ പൊതുവേ പുള്ളിക്കാരിക്ക് അത്ര പോരാ ചക്ക. അതല്ല നിന്നെ കൊണ്ട് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനുശേഷം ഇതിന്റെ മേലെ ഞാൻ പണിയണം, നല്ല പുള്ളി ഞാൻ കൊടുക്കാൻ പറ്റും. ഞാനിത് വെറുതെ എടുത്തൊക്കെ കൊടുക്കലല്ലോ. ചേട്ടൻ നല്ല പണി കൊടുത്തിട്ടുണ്ട് അനിയത്തിക്ക്. പഴംപൊടി കായം തിന്നലി പഴംപൊടി ഇഷ്ടമുണ്ടോ? എന്താണ് ഇഷ്ടം? യാക്കുൾട്ട് ഇഷ്ടമാണ്. എന്ത്? യാക്കുൾട്ട്. യാക്കുൾട്ട്. ഓക്കേ. യാക്കുൾട്ട് ഉണ്ടോ നോക്കാം ഫ്രിഡ്ജിലോ? ബൈ. വേർ ആർ യു ഡ്രൈവിംഗ്? നല്ല കാറ്റല്ലേ, നല്ല സുഖമുണ്ട്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ സ്റ്റാൻഡ്. ഇത് നാട്ടിൽ കൊണ്ടുവരുന്നില്ലേ? തിരിച്ചു വന്നോ? മാങ്ങയൊക്കെ ഏകദേശം തിന്നു തീർത്തതിന് ശേഷം ചക്കയിലേക്ക് കൈവച്ചിരിക്കുകയാണ്. അമ്മതേ ചക്ക ഓരോന്നോരോന്നായിട്ട് എടുത്തു തരുന്നു, ഞാൻ അവിടെ സൈഡിൽ നിന്ന് കഴിക്കുന്നു. വൈഷ്ണവിൻ്റെ വീട്ടിൽ പ്ലാവുണ്ട് കേട്ടോ. അവിടുത്തെ ചക്ക അങ്ങ് എറണാകുളം വരെ ഭയങ്കര ഫേമസ് ആണ്. എൻ്റെ അമ്മ എപ്പോഴും പറയും അവിടുന്ന് ചക്ക ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് 2 അയക്കണം എന്ന്. നല്ല മധുരമാണ് കേട്ടോ തേൻവരിക്കയ്ക്ക്. വൈകിട്ടായപ്പോഴത്തേക്കും സായുധയെ ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവളുടെ ഫ്രണ്ടിന്റെ കൂടെ കളിക്കുക. അടുത്ത എൻ്റെ ടൈം പാസ് ഒരു സാരി ഉടുക്കൽ പ്രഹസനാണ്. ആദ്യം 2 സാരി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഉടുത്തു നോക്കുകയാണ് ഞാൻ. ഫോട്ടോയില് അവള് അഭിയേട്ടൻ തന്നെ ഞാൻ ഉണ്ടായിരുന്ന ഒരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ സാരി അങ്ങോട്ട് എടുത്ത് തീർത്തിട്ടുണ്ട്. എനിക്ക് സാരി ഉടുക്കാൻ അറിയാമെന്ന് ഞാൻ തന്നെ ഇപ്പോഴാണ് ഡിസ്കവർ ചെയ്യാണ്. വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെയോ ഉടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല സാരി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഓഫീസ് വെയറിനൊക്കെ ആയിട്ട്. അമ്മോ ഒരു ചായ. അമ്മ പൂമുഖത്തേക്ക് ഒരു ചായ. അത് ശരി, ഞാനെന്താണ് അവക്ക് വേണ്ട. ഒരു ചായ തരും അമ്മ. വെരി ഗുഡ് പായസം ദാറ്റ് ഇസ് ഐ. വൈ ഡോണ്ട് യു ഹാവ്? ഡോണ്ട് ലൈക്ക് പായസം? Cheers. Mimi also doesn't like പായസം much. எப்படி இருக்கு? നല്ലോണം പോകുന്നുണ്ട്. അതിന് പാട്ടും കൂടി പാടി കഴിഞ്ഞ അമ്മയുടെ മോന്തേ ഉറങ്ങി തകർക്കും. സാരി സാരി മാമൻ. അടിപടലേ ഇങ്ങനെ കിടക്കുന്നുണ്ട് മോൻ. ഇതൊക്കെ വളർത്തു ദോഷമാണെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ? എണീപ്പിക്കൂ മകനെ. ആ ആ ആ കെട്ടിച്ച് വിട്ടൊരു ശേഷമാണ് ഈ കിടത്തം കൂടിയെന്നല്ലേ കുഞ്ഞു? കേട്ടില്ല. നന്നായി. അച്ഛനും വല്ലതും പറയാനുണ്ടോ അതിനെ കുറിച്ച്? ഇല്ല. ആ ഇനി അത് പറഞ്ഞാ മതി.
നിന്നെ കുറിച്ച് നല്ല നല്ല വർത്താനം പറയാൻ അത് വേണ്ട. യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങിടുവാൻ പുരുഷത്തിൻ തൽപ്പമെന്ന് ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിൽക്കാൻ നീയെ അടുത്ത പണി അച്ഛാ. കാസർഗോഡിലെ എല്ലാ സ്ഥലം പറഞ്ഞോ. അയ്യോടാ. വൈശു അത് കാണിച്ചേ ചാര്. അതിന്റെ അപ്പുറം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. കാസർഗോഡ് മുതൽ എന്താ അത് വൈപ്പായിരുന്നു അച്ഛാ? കേരളം തെക്ക് നിന്ന് വടക്കോട്ടോ? അല്ല, വടക്കുന്ന് തെക്കോട്ട്. ഇപ്പൊ എടാർക്ക ആ വീട് അവിടെ ഇരിക്കട്ടെ. ആ വീട് അവിടെ ഇരിക്കട്ടെ. അപ്പുറത്ത് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് നീ ഇങ്ങനെ ദോശ തിരിച്ചിട്ട അച്ഛന് കിട്ടില്ല. ഇങ്ങനെ എന്നാണ് എങ്ങനെ കിട്ടാനാ? ഓക്കെ. അവളുടെ കുത്തല് സായുവാണ് ഇവിടെ പെയ്ഡ് ആക്ടർന്ന്. അച്ഛടാ എന്റെ ചക്കര. ഓ എന്തെന്നെ പൊന്നെ. ഞങ്ങളിത് ഇങ്ങോട്ട് വന്നതാണ് റീമേനെ റോണീനെയും കാണാൻ. ഇവിടെ കുറച്ച് നേരം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്, എപ്പോൾ വരും എപ്പോൾ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് റീമയ്ക്ക് ഭയങ്കര തപ്പിക്കളി കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഉണ്ട്. എന്നിട്ട് മെല്ലെ ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ട് എന്താണ് വിഷുക്കൈ നീട്ടം തരാനായിരുന്നു. കൊച്ചു ചേഞ്ച് നോക്കോ. എടാ ചേഞ്ച് എന്തിനാ? 1000 അങ്ങോട്ട് എടുത്താ പോരെ? അങ്ങോട്ട് എടുത്ത് വീശ്. സത്യം. അവിടെ കാല് പിടിച്ച് നിലത്തൊരു ചില കാല് വരാൻ പോകുന്ന വൈശൊരു ചോക്ലേറ്റും വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് റെഡി ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു കലവറ നിലവറയാണ്. ഇതായിരുന്നു ഈ കള്ളത്തരം റോൺസ്. ഇതായിരുന്നു ഒരു കള്ളത്തരം. ഇതാരുടെ ഐഡിയ ആയിരുന്നു? ആ കാല് തൊടിയേക്കരുത്. കാല് തൊട്ടാ ഞാൻ കാലെ പിടിച്ച് നിലത്തടിക്കുന്നത്. അപ്പൊ തന്നു അങ്ങോട്ട് വിചാരിച്ചോളാം.